സംസ്ഥാനത്ത് ആൾക്കൂട്ടക്കൊലകൾ ആവർത്തിക്കപ്പെടുന്ന ദുരവസ്ഥയാണ് ഇന്നുള്ളത്. സംസ്ഥാനം ഒരു കാലത്തും സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത അസാധാരണമായ സംഭവ വികാസങ്ങളാണ് സമീപകാലത്ത് അരങ്ങേറുന്നത്. നാട് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് വലിയ ആശങ്കയോടെ ചിന്തിക്കേണ്ട അവസ്ഥയായിരിക്കുന്നു. യുവാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ വളർന്നു വരുന്ന അക്രമവാസന നാടിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നതാണ്. ലഹരിയുടെ ഉപയോഗം അടക്കം ഇതിന് കാരണങ്ങൾ പലതുണ്ട്. അത് തിരിച്ചറിഞ്ഞ് തിരുത്തൽ നടപടികൾ ഊർജിതപ്പെടുത്തിയില്ലെങ്കിൽ കേരളത്തിന്റെ സമാധാനാന്തരീക്ഷമാണ് തകരാൻ പോകുന്നത്. മനുഷ്യത്വമില്ലാത്ത തലമുറയാണ് വളർന്നു വരുന്നതെങ്കിൽ അതിന്റെ ദോഷം നാടിനൊന്നാകെയാണ്. ഏതാനും ദിവസം മുൻപാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 23-കാരൻ അഫ്ഫാൻ സ്വന്തം കുടുംബത്തിലെ 4 പേരെയും പെൺസുഹൃത്തിനെയും നിഷ്ഠൂരം വെട്ടിക്കൊലപ്പെടുത്തിയതും അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതും. ഇതു സംബന്ധിച്ച റിപ്പോർട്ടുകൾ കണ്ടും കേട്ടും നാടൊന്നാകെ ഭീതിയോടെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ തന്നെയാണ് താമരശ്ശേരിയിൽ 15-കാരനായ സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് 10ാം ക്ലാസ്സുകാരുടെ കൂട്ടത്തല്ലിൽ പരുക്കേറ്റ് മരിക്കുന്നത്. ട്യൂഷൻ സെന്ററിൽ യാത്രയപ്പിനിടെ ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായി ടൗണിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയായിരുന്നു. 2 ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ തമ്മിലാണ് ട്യൂഷൻ സെന്ററിൽ തർക്കമുണ്ടാവുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ സംഭവത്തിന് ശേഷം അതിന്റെ കണക്കു തീർക്കൽ വ്യാഴാഴ്ചയായിരുന്നു. ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയല്ലാത്ത ഷഹബാസിനെ കൂട്ടുകാരൻ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. മർദ്ദിച്ചവരിൽ മുതിർന്നവരും ഉണ്ടായിരുന്നതായും ഷഹബാസിന്റെ രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ഷഹബാസിനെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞതാ, കൊന്നിരിക്കുമെന്നാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയവന്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന പ്രതികരണം. കൂട്ടത്തല്ലിൽ ഒരുത്തൻ മരിച്ചാലും ഒരു വിഷയവുമില്ല, കേസെടുക്കില്ല, എടുത്താലും തള്ളിപ്പോകും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏതാനും വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊലക്കുറ്റം ചുമത്തി നടപടികൾ തുടരുന്നുണ്ട്. നഞ്ചക്ക് കൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് മരണകാരണമായ പരിക്കേറ്റതെന്നും പോലീസ് പറയുന്നു. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു തർക്കം ഒരു കുട്ടിയുടെ ജീവനെടുക്കുന്നതിലേക്ക് എത്തുന്നുവെങ്കിൽ എന്ത് വിശ്വസിച്ചാണ് കുട്ടികളെ സ്കൂളിലും ട്യൂഷൻ സെന്ററിലും ഒക്കെ അയക്കുക? കൂട്ടുതല്ലുണ്ടാക്കി തല്ലിക്കൊന്നാലും ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ ഒരു സംഘം വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിനിരയായ 2ാം വർഷ BVSC വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥിനെ പിന്നീട് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവം ഉണ്ടായിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. അപ്പോഴാണ് അതിനേക്കാൾ ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥിനെ കാണുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 18-നാണ്. ഒരു സംഘം സീനിയർ വിദ്യാർത്ഥികളുടെ മൃഗീയമായ റാഗിംഗ് സിദ്ധാർത്ഥിനെ ശാരീരികമായും മാനസികമായും തളർത്തുകയായിരുന്നു. 100ഓളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ പരസ്യ വിചാരണ നടത്തുകയും വിവസ്ത്രനാക്കി മർദ്ദിക്കുകയും ചെയ്തു. ബെൽറ്റ് കൊണ്ട് അടിച്ചെന്നും 3 ദിവസം വെള്ളവും ഭക്ഷണവും നൽകിയില്ലെന്നും പറയുന്നുണ്ട്. അതിനുശേഷവും യുവാക്കളും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പല അക്രമ സംഭവങ്ങളും കേരളം കാണുകയുണ്ടായി. കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രൂരതകൾ സമീപ നാളുകളിലാണ് കേട്ടത്. നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ കെട്ടിത്തൂക്കുക, സൂചി ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുക, ശരീരത്തിൽ കോമ്പസ് ഉപയോഗിച്ച് വരഞ്ഞു മുറിവുണ്ടാക്കിയ ശേഷം മുറിവുകളിൽ ലോഷൻ ഒഴിക്കുക, വേദനയെടുത്ത് പുളയുമ്പോൾ വായിലും ശരീരഭാഗങ്ങളിലും ക്രീം തേച്ച് പിടിപ്പിക്കുക തുടങ്ങിയ ക്രൂരകൃത്യങ്ങളാണ് അവിടെ നടമാടിയിരുന്നത്. സല്യൂട്ട് നൽകിയില്ലെങ്കിൽ അസഭ്യം പറയുക, കട്ടിലിൽ കെട്ടിയിട്ട് മർദ്ദിക്കുക, മദ്യപിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്നും പണം വാങ്ങുക തുടങ്ങി പല വിധത്തിലായിരുന്നു പീഡനങ്ങൾ. പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ മൊബൈൽ ഫോണിൽ പകർത്തി മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിച്ച് അവരെ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നുവത്രേ. കട്ടിലിൽ കെട്ടിയിട്ട് ശരീരം മുഴുവൻ ലോഷൻ പുരട്ടിയ ശേഷം ഡിവൈഡർ കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ഇരകൾ വേദന കൊണ്ട് പുളയുമ്പോൾ സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിക്കുന്നതും പോലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മനസാക്ഷിയുള്ള ആരും ഞെട്ടിയിട്ടുണ്ടാവും. തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്നും ചാടി മരിച്ചത് സ്കൂളിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്നാണെന്ന പരാതി ഉയർന്നതും സമീപകാലത്ത് തന്നെയാണ്. വീടുകളിലായാലും സ്കൂളുകളിലായാലും കോളേജുകളിലായാലും മറ്റുള്ളവരോട് മനുഷ്യത്വം കാണിക്കാത്ത തലമുറയല്ല വളർന്നു വരുന്നതെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. വിവേകം നഷ്ടപ്പെടുന്ന കുട്ടികളെയല്ല നാടിന് വേണ്ടത്. നല്ല മൂല്യങ്ങൾ പകർന്നു നൽകേണ്ടവയാണ് വിദ്യാലയങ്ങൾ. സ്നേഹവും സഹവർത്തിത്വവും അച്ചടക്കവും എല്ലാം പഠിക്കേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നാണ്.
കാസർഗോഡ് ഒരു സ്കൂളിൽ നടന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് പാർട്ടിക്ക് കഞ്ചാവ് ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകൾ എത്തിച്ചത് പോലീസ് പിടികൂടിയത് കേവലം ദിവസങ്ങൾക്ക് മുൻപാണ്. സംസ്ഥാനത്തെ എത്രയെത്ര കലാലയങ്ങൾ ലഹരി മരുന്നുകളുടെ വിൽപ്പന കേന്ദ്രങ്ങളായി മാറുന്നുവെന്ന് അതീവ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട ഒന്നാണ്. വയലൻസ് പ്രമേയമാകുന്ന സിനിമകളുടെയും സോഷ്യൽ മീഡിയയുടെയും സ്വാധീനം, മൊബൈൽ ഫോണുകളുടെ അമിത ഉപയോഗം തുടങ്ങി കുട്ടികളുടെ മാനസികാവസ്ഥ മാറ്റിമറിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കൊലവിളി നടത്താനും കൊലക്കത്തിയെടുക്കാനും ഒരു മടിയുമില്ലാത്ത തലമുറ വളർന്നു വരുന്നത് ഏത് വിധത്തിലും നമുക്ക് തടയേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് എല്ലാവരും നടത്തേണ്ടത്.